വിസിലടിക്കും. ഹൈ ആയില്ല ആയില്ല. ഇവിടെ സ്പേസ് ഉണ്ടല്ലോ. ആയില്ല 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 ആയില്ല. എല്ലാവരും ഒന്ന് സ്ട്രോ പൊതിച്ചു പിടിച്ച്, സ്ട്രോ പൊതിച്ചു പിടിച്ച്. ഇനി ഞാൻ വിസിലടിക്കുമ്പോൾ മത്സരം തുടങ്ങട്ടെ. എല്ലാവർക്കും നിൽക്കാനുള്ള സ്പേസ് ഇല്ലേ? ഇവിടെ സ്പേസ് ഉണ്ടല്ലോ. മോളെ കുറച്ചങ്ങോട്ട് നീങ്ങുന്നു. റെഡിയല്ലേ? ഓക്കെ, ഒന്ന് ഗ്യാപ്പ് ഇടുന്നത്. റെഡി? ഓക്കെ, വിസിലടിക്കാൻ പോവാണ്. റെഡിയല്ലേ? ആരോ ഒന്നും കൈ പൊന്തിക്കാത്തല്ലേ? ആമിന പൊന്തിക്ക്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർക്കായി ഫൺ ടീഷർട്ട് മത്സരം സ്റ്റേജ് 1-ന്റെ മുൻവശം ആരംഭിക്കുന്നു. താല്പര്യമുള്ള 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള സലീം കാ വരി ഒന്നിരിക്കും. ഇവിടെ പഠിക്കും. ഫൺ ടീഷർട്ട് മത്സരം വരി എപ്പോഴേ നടക്കും. വരി 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ടീം വർക്കാണ്. ആരിഫ് ഖാൻ ഒരു മത്സരത്തിൽ പങ്കെടുക്കി. നിങ്ങൾക്ക് കൊണ്ടുവന്ന ടീഷർട്ട് ഉണ്ടാവില്ല. 30 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കുള്ള ഫൺ ടീഷർട്ട് മത്സരം. ഒരു മിനിറ്റ്, 3 പേർ റെഡിയാണ്. ജെയിംസ് വേട്ട അവസാനിച്ചിരിക്കുന്നു. ഹാൻഡ്സ് അപ്പ്. കപ്പിട്ടി ഒരു തിരിഞ്ഞേറി. മുപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ 4 പേരോടെ എത്തിയിട്ടുണ്ട്. നേരത്തെ മത്സരങ്ങളിൽ വിജയിച്ചു പരിചയ സമ്പത്ത് നേടിയിട്ടുള്ള ആളുകളാണ്. ആളുകൾക്ക് 30 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ടീഷർട്ട് ഫൺ. ടീഷർട്ട് 5 പേരോടെ എത്തിയിട്ടുണ്ട്. 5 പേരുണ്ട്. 6 പേര് എത്തിയിട്ടുണ്ട്. 7 പേര് എത്തിയിട്ടുണ്ട്. ടീഷർട്ട് വേട്ട. ഇപ്പൊ പറയും. വരി എത്തിയോലിരിക്കും. എത്തിയോലൊന്നിരിക്കും. ഒന്ന് ചേർന്നിരിക്കും. എത്തിയോലൊന്ന് ചേർന്നിരിക്കും. മത്സരത്തിന്റെ നിയമാവലികളൊന്ന് പറയട്ടെ. റെഡി? നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി. ഇപ്പൊ മത്സരം തുടങ്ങാൻ വേണ്ടിട്ടാ. ഈ മത്സരം കഴിഞ്ഞതോടെ 1 2 3 4 5 6 13 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള ഗ്രൂപ്പ് മാജിക് മത്സരം വേദിയിൽ ആരംഭിക്കുന്നു. ഈ മത്സരം കഴിഞ്ഞതോടെ 13 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള ഗ്രൂപ്പ് മാജിക് മത്സരം വേദിയിൽ ആരംഭിക്കുന്നു. ഓക്കെ, ഫൺ ടീഷർട്ട് മത്സരം. നാളെ മത്സരങ്ങൾ അപ്പുറം നടക്കുന്നുണ്ട്. ഓക്കെ, അതാ അവർക്കൊക്കെ എന്തിന് റെഡിയാണ്. ഇരിക്കും. യെസ്, 30 വയസ്സിന് അതാ. വെരി 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 വെരി. ഓക്കെ, സംഘാടകർ ആരെങ്കിലും ഒരാൾ എൻ്റെ അരികിലേക്ക് വരിക. റെഡി? ആ സമ്മാനങ്ങളൊന്ന് പറഞ്ഞാൽ സ്റ്റേജ് മൊത്തം. യെസ്, 20 1 2 3 4 5 6 7 8 9 10 12 മതിയല്ലോ. 6 മതിയല്ലോ. ഇനി അതുണ്ടോ? വെരി 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 വെരി. ഇരുന്നോളി പ്രശ്നമില്ല. യെസ്, ഗെയിം. ഓക്കെ, ജെൻസ് വേട്ടക്കുള്ള വിദ്യാർത്ഥികൾ റെഡിയായോ? ജെൻസ് വേട്ട. അപ്പൊ നിങ്ങള് ഇതൊന്ന് 30 കഴിയുന്നില്ലേ? റെഡി? ആയിക്കോട്ടെ. അപ്പൊ മത്സരം എന്താണെന്ന് പറയാം. സിമ്പിൾ മത്സരമാണ്. നിങ്ങളെല്ലാവരും ടീഷർട്ട് ധരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ടീഷർട്ട് നമ്മളിപ്പോൾ 14 പേരാണ്. 7 പേരുടെ ജോഡിയായിട്ട് ലൈനായിട്ട് നിൽക്കും. 7 പേരുടെ ഒരു ജോഡി ഇവിടെയും 7 പേരുടെ ഒരു ജോഡി ഇവിടെയുമാണ് എന്ത് ചെയ്യുക? ലൈനായിട്ട് നിൽക്കുക. എന്നിട്ട് ഞാനൊരു ടീഷർട്ട് അണിയും. ആ ടീഷർട്ട് ആദ്യത്തെ ആള് അണിയുക. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ ആള് ആ ടീഷർട്ട് ചെയ്യണം, അണിയണം. അതിന്റെ നിയമാവലി എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ മനസ്സിലാവും. 2 ടീമായിട്ട് വരിയായിട്ട് നിൽക്കുക. ഇവരെങ്ങനെയാണ് ടീഷർട്ട്? യെസ്, കാണിച്ചു കൊടുക്കും. എന്നാലും മനസ്സിലാവും. കാണിക്കും. എങ്ങനെയാണ് ഈ മത്സരം കാണിച്ചത്? ഇപ്പൊ നമ്മൾ 7 പേരുടെ ലൈനാണ് നിൽക്കുക. പക്ഷെ ഇപ്പോൾ 2 പേരുള്ള ജസ്റ്റ് ഒരാൾ ടീഷർട്ട് അണിയും. ഇനി അടുത്ത ആള് ഇങ്ങനെ പിടിക്കും. കൈ ഇങ്ങനെ പിടിക്കും. നേരെ ഇങ്ങനെ എടുത്തിട്ട് അടുത്ത ആളിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത ആള് തിരിഞ്ഞിരുന്നിട്ട്
കൈമാറ്റം ചെയ്തെടുക്കും. കണ്ണാടികളൊക്കെ ശ്രദ്ധിച്ചോളിട്ട് പൊര കൊണ്ടുപോകാൻ കണ്ണാടി ഉണ്ടാവില്ല. ഇടയിലെ മത്സരം ഇതാണ്. ഒരു ഐഡിയ കിട്ടിയല്ലോ. അങ്ങനെ ഏറ്റവും അവസാനത്തില് ആദ്യം ടീഷർട്ട് അണിഞ്ഞ് തീരുന്ന ഗ്രൂപ്പാണ് എന്ത് ചെയ്യുക, വിജയിക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ടീഷർട്ട് ഇവിടെ കുടുക്കി വെക്കരുത്, ഇങ്ങനെ കൊണ്ടുവരണം അരവിൽ എന്നിട്ട് കൊടുക്കാം, അല്ലാതെ ഇവിടെ എത്തുമ്പോൾ അടുത്ത കൊടുക്കരുത്. റെഡിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത്ര ആളുണ്ടാവും. ഒന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 അങ്ങനെ 50. റെഡി റെഡി. ഓക്കെ, ഒരൊറ്റയാൾ മത്സരം നടക്കുള്ളൂ. നിങ്ങൾ രണ്ടാളും റെഡി. ഓക്കെ, ആ കുഞ്ഞാണി ഇന്നോടെ റെഡി അല്ലേ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് എണീച്ചെന്നാണ് റെഡി. ഇനി വേറൊക്കെ നോക്കിയില്ലേ? ആ ഉള്ളവരൊക്കെ വരും, ഒന്നുകൂടി എണ്ണിക്കാട്ടെ. നമ്മൾ 7 ആളുണ്ടാവും ഒരു ഗ്രൂപ്പില്. റെഡിയല്ലേ? എല്ലാവരും എത്തില്ലേ? ഞാൻ ഒന്നുകൂടി എണ്ണാം. ആർക്കാണ് തുടങ്ങാം? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അള്ള കാട്ട് അല്ലേ? അപ്പൊ 9 അല്ലേ? 9ന്റെ 2 ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ഒരു വിസിലടിക്കും. ആ സമയം കൊണ്ട് നിങ്ങൾ ഒരു 9 പേരുടെ ടീമാകും. ഓക്കെ, റെഡി? എന്നാ ഒരു കാര്യം ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ചെറുപ്പക്കാരെ പറ്റിച്ചാൽ കുഞ്ഞാണെങ്കിൽ ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 കളണ്ടിയോ? 2. ഓക്കെ അല്ലേ? ഇനി 2 കിട്ടിയവർക്ക് ഒരു ഗ്രൂപ്പ്, 1 ആയവർക്ക് ഒരു ഗ്രൂപ്പ്. 2 ഇവിടെ വരും, 2 വരും. 2 ഇയാളെത്തിക്ക് പോയി. ഓക്കെ, 1 അവിടെ വരും. 2 അവിടെ 1 ഇവിടെ, 2 അവിടെ 1 ഇവിടെ, 2 അവിടെ 1 ഇവിടെ. ഇനി കസാരൊക്കെ മാറ്റി പോലെ, കസാര ഒന്നും വേണ്ട. റെഡി? 2 അവിടെ 1 ഇവിടെ. കള്ളത്തരം കാണിക്കല്ലേ? 1 2 ഇനി എണ്ണി നോക്കിയാണ്. ഇതേതാ? 2 അങ്ങട്, അത് 1 തന്നെ അവിടെ പോയി. റെഡി? നിങ്ങളെത്രയാണ്? ആ, എന്നാ 1 കിട്ടിയ ഒരാളോടെ ആ ലൈൻ കൊണ്ട് നീട്ടി നോക്കി. വരും ഇവിടെ. ഓക്കെ, ഒറ്റ ലൈനെ വളഞ്ഞു പോലെ. റെഡി? ഓക്കെ, റെഡി? ആ കമ്മിറ്റിക്കാർ 2 പേര് റെഡി? ആണോ എന്നെ വിളിച്ചത്? 2 ടീഷർട്ട് നിങ്ങളെ ടീമിൽ തരും. മറ്റുള്ളവർക്ക് ഒന്ന് കുറച്ച് വിട്ട് ഇരുന്നാൽ എല്ലാവർക്കും പരിപാടി കാണാം. കുറച്ചൊന്ന് വിട്ട് നിന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. റെഡി? മത്സരം ഒരിക്കൽ കൂടി ഇവരൊന്ന് കാണിച്ചു തരും. കുറെ ആൾക്കാർ പുതിയത് വന്നുകൊണ്ട്. സോ മത്സരത്തിന്റെ സംഘാടകരെ ക്ഷണിക്കുന്നു. എന്താണ് മത്സരം? ഓക്കെ, എന്താണ് മത്സരം എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. വേറെ കണ്ടോൾ എണ്ണി കാണിച്ചു തരില്ലേ? ഒരാള് ടീഷർട്ട് ഇടും, നമ്പർ 1 ടീഷർട്ട് ഇടും. കണ്ണാടിയിൽ ഊരി വെച്ചോളിട്ടോ, കണ്ണാടി പോകും ചിലപ്പോ. ഇനി ശ്രദ്ധിക്കൂ, ഇവർ തമ്മിൽ കൈ പിടിച്ചു. ഈ കൈ വിടാൻ പാടില്ല. എന്നിട്ട് നിങ്ങളുടെ ടീമിൽ അടുത്ത ആൾ എന്ത് ചെയ്യുക? ടീഷർട്ട് അങ്ങനെ തന്നെ ഊരിയിട്ട് നേരെ എവിടേക്ക് കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുക. അല്ല, നിങ്ങളുടെ ടീമിൽ 8 പേരില്ലേ? 9 പേരുണ്ട്. ആ ഓക്കെ, റെഡി? ഇയാൾ നിങ്ങൾ ടീഷർട്ട് ഇട്ടിട്ട് അടുത്താക്കി തിരിഞ്ഞു കൊടുക്കും. ആ ഓക്കെ, ഇവിടെ പറഞ്ഞത് ഫസ്റ്റത്തെ ആള് ടീഷർട്ട് ഇടണ്ട, അയാൾ റൊട്ടേഷൻ ഡ്യൂട്ടി മാത്രമേ. ഓക്കെ, അങ്ങനെ പറ്റും. സംശയമില്ലാത്ത കമ്പനിക്കാരോട് ചോദിക്കണം, അവസാനം എന്റെ ചിത്രം പറയരുത്. അങ്ങനെ യെസ്. നിങ്ങളെ മുമ്പിൽ വിവരമുള്ള ആൾക്കാർ മതി, അത് മാറ്റി.
ഓക്കെ, മത്സരം ആരംഭിക്കുകയാണ്. കച്ചറ, കുറ്റിച്ചിറ, മാനാഞ്ചിറ ഇത്തരം ചിറകളൊന്നും ഉണ്ടാക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന മത്സരമാണ്. റെഡിയാണല്ലോ? ഓക്കെ, ഒരു അഭിപ്രായം ഉണ്ട്. ഒരു ടീം ഇവിടുന്ന് തുടങ്ങുക, ഒരു ടീം അവിടുന്ന് തുടങ്ങിക്കോട്ടെ. റെഡി? കൺഫ്യൂഷൻ ആവുമോ? നോക്കാൻ ആൾ വേണേ. ജേഴ്സി കൊടുക്കി. അല്ല വിസിലടിക്കണം. അല്ല, നിങ്ങളെ കയ്യിൽ ജേഴ്സി കിട്ടിയോ? ജേഴ്സി ഒരാൾ ഇടണ്ട. ആദ്യത്തെ ആള് ജേഴ്സി ഇടണ്ട. വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, റെഡി? ഞാൻ വിസിലടിക്കുമ്പോ തുടങ്ങിക്കോട്ടെ. എന്നാൽ രണ്ടും ഒരു സൈഡിൽ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോരി. നിങ്ങൾക്ക് ടെൻഷൻ അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് പോരി. ടീഷർട്ട് ഇട്ടാക്കാനല്ലേ? അല്ല, നമുക്ക് നോക്കുമ്പോ റിസൾട്ട് രണ്ടൊരു ഭാഗത്തേക്കാണെങ്കിൽ ജഡ്ജസിന് നോക്കാൻ എളുപ്പം. റെഡി? നാടുപോട്ടെ. റെഡി അല്ലേ? അപ്പൊ ഓക്കെ, ആദ്യത്തെ ആൾക്ക് ടീഷർട്ട് ഇടാൻ വേണ്ട തയ്യാറെടുപ്പുകളാണ്. റെഡി? ഓക്കെ, നിങ്ങളല്ലേ? ഇട്ട് വെച്ചോളൂ. റെഡി അല്ലേ? ഓക്കെ, അയില്ല ഇസിൽ പോയി. ഓക്കെ, മത്സരം ആരംഭിക്കുന്നു. റെഡി? മത്സരം ആരംഭിക്കുന്നു. വിസിലടിക്കാൻ പോവുകയാണ്. ഇരു ടീമുകളും റെഡിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ബാക്കിൽ നിന്ന് മറച്ചു കൊടുക്കണം. റെഡിയല്ലേ? വാച്ചൊക്കെ ആണെങ്കിൽ അയച്ചു വെച്ച് കൊടുക്കാം. വാച്ചിലൊക്കെ കുടുങ്ങിയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. ഭയങ്കരമായ പോരാട്ടമാണ്. റെഡി? ഓക്കെ, ഇപ്പൊ വാച്ചൊക്കെ ഒന്ന് അയച്ചു വെച്ചോളി. വേണമെങ്കിൽ SLC പരീക്ഷ കൂടി ഇയാൾ പ്രിപ്പറേഷൻ ഞാൻ കണ്ടില്ല. റെഡി? ഓക്കെ, റെഡിയാണോ? മുത്തു റെഡിയാ? ഓക്കെ, മത്സരം ആരംഭിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും ഞാൻ വിസിലടിക്കട്ടെ. മത്സരം ആരംഭിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും എളിയ കണ്ണുകളെ ഈ വേദിക്കരികിലേക്ക് ക്ഷണിക്കുന്നു. റെഡിയാണോ? ഓക്കെ, നല്ലൊരു കൈ കൊടുക്കും. ഫുള്ളിരുന്നോ? താഴത്തെത്തട്ടെ. തലമുറയിലെ അടുത്താളിലേക്ക് തുടങ്ങി കൊടുക്കും. കൈ അയക്കാൻ പാടില്ല. അയച്ചില്ല. നിങ്ങൾ കണ്ടിന്യൂ. ഇവരയച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കച്ചറ, കുറ്റിച്ചിറ, മാനാഞ്ചിറ ഉണ്ടാക്കരുതെന്ന്. ഒരു അച്ചടക്കം വേണം. റെഡി? ഓക്കെ, മത്സരം ഒന്നുകൂടി ഒന്ന് നടത്തുകയാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായത് ട്രയലാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ സംഗതി പോയതല്ല. റെഡിയല്ലേ? ഓക്കെ, കൈ ഉടുത്തം വിടരുത് കേട്ടോ. നിങ്ങളുടെ കർത്തങ്ങൾ ചെയ്ത് കർത്താം. ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, ഇട്ട ടീച്ചർ ഊരി പോരുത്. സാധനം മാറിപ്പോരുത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, റെഡിയാണ്. മത്സരം ആരംഭിക്കുന്നു. ആയില്ല. ആ വരിയിൽ നിൽക്കേണ്ടവരൊക്കെ വരിയിൽ നിൽക്കൂ. അസംബ്ലി അറ്റൻഷൻ. കൈയല്ലേ? യെസ്, ആ മൂന്നാമത്തെ ആള് നാലാമത്തെ ആളിലേക്ക് കടന്നിരിക്കുന്നു. അളിയനെ കൊല്ലരുത്. തമ്പുരാനെ. നാലാമത്തെ ആളെ ഒന്ന് കുഞ്ഞൊരുക്കി. യെസ്, അഞ്ചാമത്തെ ആളിലേക്ക് കടന്നിരിക്കുന്നു. മുസ്തഫ ആറാമത്തെ ആളിലേക്ക് കടന്നിരിക്കുന്നു. ആരിഫ് ടീഷർട്ടിൽ കുടുങ്ങിയിരിക്കുന്നു. ആരിഫ് ടീഷർട്ടിൽ ഫയർഫോഴ്സ് വിളിക്കൂ. കമോൺ, അതേ വരുന്ന. യെസ്. ആവേശമായി കഴിഞ്ഞോ? യെസ്. ഓക്കെ, പോയി. യെസ്. ഓക്കെ, യെസ്. സമ്മാനങ്ങൾ ഇപ്പം തന്നെ കൊടുക്കുക. ഇവരുടെ മുതിർന്ന ആൾക്കാരായതുകൊണ്ട് സമ്മാനം ഇപ്പം തന്നെ തരികയാണ്. പിന്നെ നാളെ വന്ന് കച്ചറ ഉണ്ടാക്കരുത്. അച്ചടക്കമാണ് ഇതിന് മെയിൻ. ടീഷർട്ട് കൊണ്ടുപോകരുത്. നിങ്ങളല്ലേ? നിങ്ങളൊക്കെ കമ്പനിക്കാരല്ലേ? പുറത്തല്ലേ? യെസ്. ഓക്കെ, സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ ടീമുകളെ സ്വാഗതം ചെയ്യാണ്. ജയിച്ചത് ആഘോഷിക്കാൻ മുസ്തഫ ഒരു ചെറിയ സംഗീതം, ജയമൊന്ന് ആഘോഷിക്കാൻ ഒരു ചെറിയ സംഗീതം. ആ സമ്മാനം വാങ്ങിയിട്ട് നിങ്ങൾ ആഘോഷിക്കുക. അപ്പൊ സംഗീതം ഒന്ന് റെഡിയാക്കും. മുസ്തഫ റെഡിയാക്കൂ.
യെസ്, ജയിച്ച ആളുകൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഔക്കർക്കാന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. ടീം ക്യാപ്റ്റൻ അബൂബക്കർക്കായും മറ്റ് ടീം അംഗങ്ങളെയും സ്വാഗതം ചെയ്യാണ്. എടാ ഔക്കർക്കാട് കൈപ്പളി തെറ്റിയോ? യെസ്, ഓക്കെ. സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ടീമിലെ രണ്ടാമത്തെ മുതിർന്ന അംഗത്തെ സ്വാഗതം ചെയ്യുന്നു. ഉറപ്പല്ലേ? കുഞ്ഞാണി വാർത്ത ടീഷർട്ട് കൊണ്ടുപോണോ? ഇല്ല, സൂചി നൂല് നമ്മൾ കൊടുത്തിന്. ഓക്കെ, അവർക്ക് വരെ ഓക്കെ. സമ്മാനം എങ്ങനെ? യെസ്, സമ്മാനങ്ങൾ നൽകാൻ വേണ്ടി ടീം കമ്മിറ്റി ഭാരവാഹിയെ ക്ഷണിക്കുന്നു. മത്സരത്തിന്റെ ഓക്കെ അല്ലേ? ക്യാമറ എവിടെയാണ്? അങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരി. അല്ലയോ, ആ തോറ്റോലൊന്ന് മാറി തൊട്ടി. തോറ്റോലൊക്കെ ഒന്ന് മാറി കൊടുക്കി. മുസ്ലിംകാർ പാട്ടൊക്കെ ഇട്ടോ. ഇത് കുറച്ച് കുസിയുള്ള പരിപാടിയാ. ഇവിടെ സമ്മാനങ്ങൾ നൽകാൻ ഫൊബിനെ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ടീം ക്യാപ്റ്റൻ അവർക്ക് മറ്റു മുതിർന്നവർ എല്ലാം റെഡിയാണ്. പാട്ട് റെഡിയല്ലേ? അവിടെ പിന്നീടാ പാട്ടിടാൻ പോയതാണ്. ഓക്കെ, പാട്ടിടാൻ പോയതാണ്. വിജയങ്ങൾക്ക് ആഹ്ലാദം കൂട്ടാൻ ഗാനം ഇരുന്നൊരുക്കുകയാണ്. ഓക്കെ, യെസ്, ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. കാരണം അതൊരു ടീം വർക്കാണ്, വളരെ പ്രയാസപ്പെട്ടാണ്. യെസ്, ആരുടെ മുന്നിലും തലകുനിക്കാത്തവരുടെ കുനിഞ്ഞു കൊടുത്തിട്ടുണ്ട്. റെഡി, സമ്മാനങ്ങൾ നൽകുന്നു. ഫെബിന, കം ഓൺ. ഓക്കെ, റെഡി. യെസ്, ഒരു പാക്ക് പെന്ന് അല്ലേ? കരുത്തന്മാർക്ക് ഒരു പാക്കറ്റ് പെന്ന് ദാനം ചെയ്ത് വിതരണം ചെയ്ത് ആഹ്ലാദിക്കും. കം ഓൺ, ആഹ്ലാദിക്കും. ഏടെ പാട്ടോടെ മത്സരം ആരിഫ് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. വയറ് കൂടുതലായി കൊണ്ട് ടീഷർട്ട് ഇറങ്ങിയിൽ അവിടെ ലോക്കായി പോയി. അതാ പറ്റിപ്പോയത്. റെഡി, അതാണ് സംഭവിച്ചത്. അല്ലാതെ ടീമിന്റെ പരാജയമല്ല എന്നാണ് ടീം കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. ഒരു വയറിന്റെ പ്രശ്നമാണ്. ഓക്കെ, ഇനി ഭക്ഷണം ആണ്. അപ്പോ നമുക്ക്